ആശാ വർക്കേഴ്സിന് 2023-24 വർഷത്തെ തുക നൽകാനില്ല എന്ന കേന്ദ്രവാദം തെറ്റെന്ന സംസ്ഥാന ആരോഗ്യവകുപ്പ്. കോ ബ്രാൻഡിംഗിന്റെ പേരിൽ 2023-24 കേന്ദ്രം നൽകേണ്ട 636.88 കോടി രൂപ നൽകിയില്ല. പണം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്രത്തിന് കത്തയച്ചിരുന്നു. ഒക്ടോബർ 28-ന് കേന്ദ്രം നൽകിയ മറുപടിയിൽ ഇക്കാര്യം വ്യക്തമാക്കുന്നുണ്ടെന്നും ആരോഗ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. സലിം മാലിക് തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. സലിം, അല്പസമയം മുൻപാണ് കേന്ദ്രം ഇതുമായി ബന്ധപ്പെട്ടൊരു വിമർശനം സംസ്ഥാനത്തിനെതിരെ ഉയർത്തിയത്. ഇപ്പോൾ അതിനുള്ള മറുപടി വരുന്നു. എങ്ങനെയാണ് ഈ മറുപടി? പ്രവിധ ആശാ വർക്കേഴ്സിന്റെ വിഷയത്തിൽ കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള പോര് തുടരുകയാണ്. കേന്ദ്രം സംസ്ഥാനത്തിന് അനുവദിക്കാനുള്ള മുഴുവൻ തുകയും അധികവും അനുവദിച്ചു എന്നുള്ളതായിരുന്നു കേന്ദ്രത്തിന്റെ വാദം. 2023-24 വർഷത്തിലെ മുഴുവൻ തുകയും നൽകിയെന്ന ആ വാദമാണ് ഇപ്പോൾ സംസ്ഥാനം തള്ളുന്നത്. അത് കുറച്ച് കണക്കുകളുടെ കൂടി അടിസ്ഥാനത്തിലാണ് സംസ്ഥാനം വാദം തള്ളുകയും ചെയ്യുന്നത്. 636.88 കോടി രൂപ കേന്ദ്രം നൽകാനുണ്ട്. ആ തുക നൽകിയിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ് ഈ കണക്ക് ഇപ്പോൾ പുറത്തു വരുന്നത്. കോ ബ്രാൻഡിംഗിന്റെ പേരിലാണ് 2023-24 വർഷത്തിൽ 636.88 കോടി രൂപ കേന്ദ്രം നൽകാത്തത്. അത് നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് ഈ തുക അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആരോഗ്യവകുപ്പ് മന്ത്രി കേന്ദ്ര ആരോഗ്യവകുപ്പ് മന്ത്രിക്കും ഒപ്പം കേന്ദ്ര സെക്രട്ടറിക്കും സ്റ്റേറ്റ് മിഷൻ നാഷണൽ മിഷനും കത്തയച്ചിരുന്നു. പക്ഷേ അതിന് ഒക്ടോബർ 28-ന് കേന്ദ്രം നൽകിയ മറുപടിയിലും ഈ തുക കേരളത്തിന് നൽകാനുണ്ട് എന്ന് സമ്മതിക്കുന്നുണ്ട് എന്ന് ആ കത്തിന്റെ മറുപടി കൂടി പങ്കുവെച്ചുകൊണ്ടാണ് ആരോഗ്യമന്ത്രിയുടെ ഓഫീസ് ഇപ്പോൾ ഇക്കാര്യം വ്യക്തമാക്കുന്നത്. മാത്രമല്ല NHMന്റെ ആശാ ഉൾപ്പെടെയുള്ള സ്കീമുകൾക്ക് സാധാരണ നിലയിലുള്ള പ്രവർത്തനങ്ങൾക്ക് 1 രൂപ പോലും കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ അനുവദിച്ചില്ല. ആകെ കേന്ദ്രം തരാനുള്ളത് 826.02 കോടി രൂപയാണ്. അതിൽ ഇൻഫ്രാസ്ട്രക്ചർ മെയിന്റനൻസിനും കൈൻ ഗ്രാന്റിനും വേണ്ടിയുള്ള 189.15 കോടി രൂപ മാത്രമാണ് അനുവദിച്ചത് എന്നും ഈ സംസ്ഥാന ആരോഗ്യവകുപ്പ് പറയുന്നുണ്ട്. ആശമാരുടെ ഇൻസെന്റീവ് ഉൾപ്പെടെയുള്ള ബാക്കി ഒന്നും അനുവദിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ കേന്ദ്ര വിഹിതം ലഭിക്കാത്തതിനാൽ കേരളം സംസ്ഥാന വിഹിതം ഉപയോഗിച്ചാണ് NHMന്റെ മുഴുവൻ പദ്ധതികളും മുന്നോട്ട് കൊണ്ടുപോയത് എന്നുകൂടി പറയുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോഴുള്ളത് കേന്ദ്രത്തിന്റെ ഈ നടപടി തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി മാത്രമുള്ളതാണ് എന്നുകൂടിയാണ് സംസ്ഥാനം വിലയിരുത്തുന്നത്. പ്രവിധ, ശരി. കേന്ദ്ര സർക്കാരിന് മറുപടിയുമായാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ വന്നിരിക്കുന്നത്. ആശാ വർക്കേഴ്സിന് 2023-24 വർഷത്തെ തുക നൽകാനില്ല എന്ന കേന്ദ്രവാദം തെറ്റെന്നാണ് സംസ്ഥാന ആരോഗ്യവകുപ്പ് അറിയിക്കുന്നത്.